മിഷൻ 2026 കടക്കുമ്പോൾ വിസ്മയകരമായ മാറ്റം സംഭവിക്കുമെന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ തന്നെയാണ്. നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ തിളക്കത്തിൽ നിന്നുകൊണ്ടാണ് വി.ഡി. സതീശൻ ഇത്തരം ഒരു പ്രഖ്യാപനം നടത്തിയത്. അതിനു പിന്നാലെ കഴിഞ്ഞ ദിവസങ്ങളിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായ പാലക്കാട്ടെ എം.എൽ.എയും പറഞ്ഞു വലിയ സർപ്രൈസുകളാണ് വരാനിരിക്കുന്നത് എന്ന്. ഇത്തരത്തിൽ കോൺഗ്രസ് നേതാക്കൾ ഓരോരുത്തരും പറയുന്നത് UDF-ൽ അംഗസംഖ്യ കൂടും എന്ന് തന്നെയാണ്. ഇവിടെ ആദ്യം ഉന്നം വെച്ചതും ജോസ് കെ മാണിയെയും. അവിടെയാണ് 25 മണ്ഡലങ്ങൾ കുറഞ്ഞത് UDF-ന്റെ പോക്കറ്റിലാവുമെന്ന് പറയുന്നത്. കോട്ടയം, ഇടുക്കി, എറണാകുളം, പത്തനംതിട്ട ജില്ലകളിൽ 25 മണ്ഡലങ്ങളിൽ കേരള കോൺഗ്രസിന് നിർണായകമായ സ്വാധീനമുണ്ട് എന്നതാണ് കണ്ടെത്തൽ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 12 സീറ്റുകളിൽ മത്സരിച്ച കേരള കോൺഗ്രസ് 5 സീറ്റുകളിൽ വിജയിക്കുകയും ചെയ്തു. ഈ 12 സീറ്റുകളടക്കം സംസ്ഥാനത്ത് 35 കേരള കോൺഗ്രസ് വോട്ടുകൾ നിർണായകമാകുമെന്ന കണക്കുകൂട്ടലും കോൺഗ്രസിനുണ്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3.28% വിഹിതത്തോടെ 6.84 ലക്ഷം വോട്ടുകളാണ് കേരള കോൺഗ്രസ് നേടിയത്. അന്നത്തെ ഇടതു തരംഗത്തിന്റെ സ്വാധീനം മാറ്റി നിർത്തിയാലും പാർട്ടിക്ക് സ്വന്തമായി 5.5 ലക്ഷം വോട്ടുകൾ ഉണ്ട് എന്നാണ് കണക്ക്. ഈ വോട്ടുകൾ ഒപ്പം നിർത്തുന്നത് 2026 നിർണായകമെന്ന പോയിന്റിലാണിപ്പോൾ UDF ജോസ് കെ മാണിക്ക് മുന്നിൽ വാതിൽ തുറന്നിട്ടത്. കോട്ടയം ജില്ലാ പഞ്ചായത്ത്, പാലാ നഗരസഭ എന്നിവ ഇടതുപക്ഷത്തേക്ക് വന്നതും കോട്ടയത്ത് നിന്നും നിയമസഭയിലേക്ക് ഇടതുമുന്നണി 9-ൽ 5 സീറ്റ് നേടിയതും 2-ല എന്ന വൈകാരിക ഘടകത്തിന്റെ സ്വാധീനം കൊണ്ട് കൂടിയാണ് എന്ന് CPM പോലും സമ്മതിക്കുന്ന സാഹചര്യത്തെയും കോൺഗ്രസ് കൂലങ്കഷമായി തന്നെ നോക്കിക്കണ്ടാണ് ഓരോ കരുനീക്കവും നടത്തുന്നത്. ഇവിടെ പാലായിൽ പ്രത്യേക സാഹചര്യത്തിൽ ജോസ് കെ മാണി കടുതുരുത്തിയിലേക്ക് മാറിയിരുന്നു എങ്കിൽ ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളിയും തിരുവഞ്ചൂരിന്റെ കോട്ടയം ഒഴികെയുള്ളതൊക്കെ ഇടതുമുന്നണി നേടുമെന്ന സാഹചര്യം പോലും ഉണ്ടാകുമായിരുന്നു എന്ന് കരുതുന്നവരും കുറവല്ല എന്നിരിക്കെയാണ് ഈ മണ്ഡലങ്ങളിലേക്കൊക്കെ സ്വാധീനം ഉറപ്പിക്കാൻ കോൺഗ്രസ് ഇപ്പോൾ പല വഴികളും നോക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഏകദേശം 100 ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നിരിക്കെ LDF-ൽ ഞങ്ങൾ സന്തുഷ്ടരാണ് എന്ന് ജോസ് കെ മാണി പറയുന്നുണ്ട് എങ്കിലും മലയോര ജനത ഈ സർക്കാരിനെതിരെ ഉയർത്തുന്ന പ്രശ്നങ്ങളെ കണ്ടില്ല എന്ന് നടിക്കാനാവില്ല. ഇതോടൊപ്പം തന്നെ പാർട്ടി അണികളിൽ ഒരു വിഭാഗത്തിന് ഇടതുമുന്നണിയിൽ തുടരുന്നതിനോട് യോജിപ്പില്ല. CPM, CPI പാർട്ടികൾ പ്രാദേശിക തലത്തിൽ തങ്ങൾക്ക് അനുകൂലമായ നിലപാടല്ല സ്വീകരിക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത്. ഇതുകൂടി കണക്കിലെടുത്താണ് കോൺഗ്രസ് ചരട് വലികൾ ഓരോന്നും നടത്തുന്നത്. മുൻപ് UDF-ലായിരുന്ന കേരള കോൺഗ്രസ് ജോസഫ് മാണി എന്ന നിലയിൽ പിളർന്നപ്പോൾ മാണി വിഭാഗത്തോട് കോൺഗ്രസ് കാട്ടിയ അതൃപ്തിയും അകൽച്ചയുമാണ് പിന്നീട് അവർക്ക് തിരിച്ചടിയായത്. എന്നാൽ KPCC-യിൽ നടത്തിയ അഴിച്ചുപണിയും സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിലേക്കുള്ള കടന്നുവരവുമൊക്കെ ജോസ് കെ മാണി UDF-ലേക്ക് കടന്നു വരാനുള്ള സാധ്യതകളാണ് കൂട്ടുന്നത്.